സോ ഗായ്സ് നമ്മളങ്ങനെ ടൊറോണ്ടോ ടു ടോബർമോറിയിലേക്കുള്ള വഴിയിൽ ഇടയ്ക്കൊരു ഡെസ്റ്റിനേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഹോഗ്സ് ഫോൾ എന്ന് പറയും. ആൻഡ് നമ്മൾ ഗൂഗിൾ സെർച്ചിലൂടെ നമുക്ക് കിട്ടിയതാണ് ആക്ച്വലി ഹോഗ്സ് ഫോൾ. എനിക്ക് കാണാൻ തോന്നുന്നല്ലേ. സോ ഇതൊരു വാട്ടർഫോൾ ആണ്. ആൻഡ് ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ആണ്. നിങ്ങൾക്ക് തന്നെ കാണാം. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. കൊടും കാട്ടിലോട്ട് കയറി വരുന്നൊരു ഫീലാണ്. പക്ഷേ സിറ്റിയിൽ നിന്നൊക്കെ ഒത്തിരി വിട്ട് ഒരു 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 കാടിൻ്റെ ഒക്കെ ഒരു ഫീൽ, ഒരു നേച്ചർ ലവിങ് ഫീലൊക്കെ നമുക്ക് കിട്ടും. സോ നമുക്ക് എന്തായാലും ഈ ഹോഗ്സ് ഫോൾ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നതൊക്കെ നോക്കാം. ഇവിടെ ആരും മോണിറ്റർ ചെയ്യാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ബട്ട് കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. സോ എന്തായാലും നമുക്ക് അകത്തോട്ട് ചെന്ന് നോക്കാം. ഇവിടെ ട്രെയില് കുറച്ച് ആക്ച്വലി ഇവിടെ ഒരു ബ്രൂസ് ട്രെയിൽ എന്ന് പറഞ്ഞൊരു ട്രെയിലുണ്ട് നടക്കാനായിട്ട്. അത് ആ സൈഡിലേക്ക് ആവശ്യത്തേക്ക് നേരെ കാണുന്ന സൈഡിൽ പോവുകയാണെങ്കിൽ ഒരു ട്രെയിലാണ്. പക്ഷെ ഇവിടെ അടുത്ത് എവിടോ ഈ പാർക്കിംഗ് ലോട്ടിൻ്റെ അടുത്ത് തന്നെ യാ വാട്ടർഫോൾസ് വെള്ളം ചാടുന്ന ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാം. നമുക്ക് ഇവിടെ നമുക്ക് ഇങ്ങോട്ട് നടന്നു പോയി നോക്കാം. ഇതിന് തൊട്ടടുത്ത് 2 വഴികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴി കിടപ്പുണ്ട്. 2 ട്രെയിലാണ്. ഇവിടെ നമുക്കിങ്ങനെ വെള്ളമൊക്കെ പോകുന്ന കാണാം. അരുവി ഒഴുകി വെള്ളം പോകുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സ്ഥലം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതാണ് ബ്രൂസ് ട്രെയിൽ. സോ ഇതിലെ സൈഡ് ഇങ്ങനെ നടന്ന് നേരെ പോവുകയാണെങ്കിൽ ട്രെയിൽ നമുക്കൊരു സ്റ്റെപ്പൊക്കെ ഇവിടെ കാണുന്ന മേളിലേക്ക് കയറി പോകാനുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇത് നോക്കാം. ഈ വാട്ടർഫോൾ എവിടെ നിന്നാണ് വരുന്നത്? വാട്ടർഫോൾ ഇവിടെ അല്ല, പക്ഷെ ആ വെള്ളം ഒഴുകി പോകുന്നതാണിത്. നൈസ്. പല സ്പോർട്സ് കാണാം. ഒന്ന് ഹോഗ്സ് ഫോൾ റിസോർട്ട് ഹൈക്ക്, നേരെയുള്ള വഴി പോകണം തോന്നുന്നു. പിന്നെ റിവർ സൈഡ് ഇവിടുന്ന് നേരെ പിന്നെ റിവർ സൈഡ് ബോട്ട് വോക്ക് ഹൈക്ക്. അപ്പൊ ഇതാണ് ഈ മറ്റേ ആ കളറിൽ പർപ്പിൾ കളറിലെ ട്രെയിനാണ് ഫോളോ ചെയ്യണം. ഇതാണ് ഫോൾസ് കാണാൻ. കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈക്ക് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ചെയ്യാം. പക്ഷേ നമ്മളിങ്ങനെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് എവിടെയെങ്കിലും പോകുന്നതിന് ഇടയ്ക്ക് കയറുകയാണെങ്കിൽ ജസ്റ്റ് പർട്ടിക്കുലറായിട്ട് ഏത് പ്ലേസ് വേണമെന്ന് വെച്ചാൽ അവിടെ മാത്രം പോയി കണ്ടിട്ട് പോകാം. സോ നമുക്ക് ഹോഗ്സ് വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന റൂട്ടിലൂടെയുള്ള ട്രെയിനിലൂടെ നമ്മൾ ഇതൊരു ക്യാമ്പിംഗ് സൈറ്റാണെന്ന് തോന്നുന്നു. ഇവിടെ അറിയില്ല നമുക്കിവിടെ വന്ന് ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ബാർബിക്യൂ ചെയ്യാൻ പറ്റുമോ നമുക്കറിയില്ല. അപ്പം നിങ്ങൾ അതിന് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് മുൻപ് അന്വേഷിച്ചിട്ട് വരിക. ബ്യൂട്ടിഫുൾ പ്ലേസ്. വെള്ളം വരുന്നേ എന്നാലും ആരും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ കൂടെ കുറെ പിള്ളേരും ഒരു പപ്പനെങ്കിലും.
ഹോഗ്സ് ഫോൾസ് ആണ്. ഭയങ്കര ഭയങ്കര കൊതുവാണ്. ഒറ്റ മനുഷ്യരല്ലേ ഇവിടെ, സീരിയസ് സ്ഥലം. പത്ത് കളർ നോക്കി വന്ന് ഫോളിന്റെ അടുത്ത് എത്താറായി. ഫോള് ഒഴുക്ക് ഇതാണോ ഫോള്? ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. ആണോ? ഇതാണ് മറ്റേ ലുക്ക് ഔട്ട് ട്രെയില്. ഇത് ഏറ്റവും ക്ലോസസ്റ്റ് അല്ലേ, പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഒരു 200 മീറ്റേഴ്സേ ഉള്ളൂ ഈ ഹൈക്ക്. ഇപ്പൊ ഇവിടെ നല്ല ഫോൾസ് കാണാൻ നല്ല ഭംഗി. താഴെ ആൾക്കാര് ചൂണ്ടയൊക്കെ ഇടും. ഡെസ്റ്റിനേഷൻ കണ്ടു, ആസ്വദിച്ചു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഹോഗ്സ് ഫോൾ വിട്ട് നമുക്ക് അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല. ബട്ട് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒത്തിരി ട്രെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 3-4 മണിക്കൂർ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. ബട്ട് നമുക്കിപ്പോൾ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഈ സ്ഥലം വിടുകയാണ്. ഇനി അടുത്ത സ്ഥലത്തേക്ക്